അസ്സലാമലൈക്കും. ഇന്ന് തേങ്ങ ഇല്ലാതെ തന്നെ വറുത്തരച്ചൊരു കറി റെഡിയാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗളിൽ കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാശ്മീരി ചില്ലി ഒരു 5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളിയോ പച്ചമുളക് ലാസ്റ്റ് ഇടുന്നുണ്ട്, തക്കാളി ഇട്ട് കൊടുക്കണില്ല. തക്കാളി ഇടാത്ത കറിയാണ് കേട്ടോ. നമ്മൾ പഴയ കാലത്തൊക്കെ വെക്കുന്ന ഒരു രീതിയിലാണ് ഈ കറി വെച്ചുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തക്കാളി ഇല്ലെങ്കിലും നമുക്ക് മീൻകറി വെക്കാമെന്നുള്ളൊരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റെസിപ്പി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുടംപുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചപ്പുളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല അതിലേക്ക്. എന്നിട്ട് അതിന് ശേഷം എടുത്തു വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അയക്കോറയുടെ തലഭാഗം കുറച്ച് നുറുക്കുകയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറി. തക്കാളി ഇടാത്തൊരു കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. തേങ്ങ വറുത്തരച്ച് കറി വെച്ച പോലെ ആയിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നുറുക്കെടുത്തിട്ട് കായം പുരട്ടി വെക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, അതേപോലെ തന്നെ ഇത്തിരി കായപ്പൊടി, ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് കായം പുരട്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കറിയിലേക്കുള്ള ഉലുവ, അതേപോലെ പച്ചമുളക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല. പച്ചമുളകും വേപ്പില ഇട്ടിട്ട് കറി റെഡിയാക്കാം. അതിനുശേഷം നമ്മൾ മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ